ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നോമ്പും എക്സാമും ഒക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ബൈ ദ വൈ, ഇന്ന് നമ്മുടെ ക്രാഫ്റ്റ് ഇതേ ഐസ് സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഇത് നമ്മൾ കഴിച്ച ഐസിൻ്റെ സ്റ്റിക്കൊന്നും അല്ല കേട്ടോ, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാണ്. അത്യാവശ്യം നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട്. നമ്പേഴ്സും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ആദ്യമൊക്കെ വാങ്ങിക്കുമ്പം ഇത്ര വിടുത്തില്ലായിരുന്നു, പക്ഷേ ഈ ഒരു പാക്കറ്റ് ഞാൻ പുതിയത് വാങ്ങിച്ചതായിരുന്നു. നാളെ ഏതൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വിടുത്തും ഉണ്ട്, അത്യാവശ്യം ഒരുപാട് നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ് ഒട്ടിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ എന്തായാലും വേണം. ആദ്യം തന്നെ 2 ഐസ് സ്റ്റിക്സ് ഇതുപോലെ ഒന്ന് വെക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഗ്ലൂ ആക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച 2 ഐസ് സ്റ്റിക്കിലും ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് മറ്റേ സ്റ്റിക്ക് ഇങ്ങനെ നേരെ മുകളിലോട്ടാക്കിയിട്ട് വെക്കണം. ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ, അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നൂലായിട്ട് ഇങ്ങനെ വൃത്തികേടായിട്ട് ഉണ്ടാവും. അതൊന്ന് മാറ്റുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തത് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. ഇനി അടുത്ത സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ 2 സൈഡിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്യായിരിക്കും ഏറ്റവും നല്ലതാ. ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഒട്ടിക്കുക. ഇനി സെയിം മെത്തേഡ് തന്നെ ഒരു സ്റ്റിക്ക് എടുക്കുക, 2 സൈഡിലും ഗ്ലൂ ആക്കുക, അപ്പുറത്തെ സൈഡിലും ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ 1 2 അല്ല, കുറച്ചധികം ചെയ്തെടുക്കാനുണ്ട്. ഇപ്പം ഞാൻ എടുത്ത ഫുൾ ഐസ് സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഐസ് സ്റ്റിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ബാക്കിയും കൂടെ ചെയ്യേണ്ടിയിരുന്നു. ഇന്ന് ചെയ്യുന്ന 2 ക്രാഫ്റ്റ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് മീൻസ് പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. ബിഷറൂസ് മാമൻ തന്നെയാണ് പേര്. അപ്പോൾ അതിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും ഇൻഷാ അല്ലാ. അപ്പോൾ ഇതേ ഒട്ടിച്ചൊട്ടിച്ച് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിന് മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിത് നേരെ ഒട്ടിച്ച് പോവുമായിരുന്നു. പക്ഷേ ഇതൊന്ന് ബെൻഡ് ചെയ്ത് വന്നാൽ നമുക്ക് മീൻസ് ഇത് റൗണ്ട് ആക്കിയിട്ട് വരണം. മീൻസ് ഒരു സെമി സർക്കിൾ ഫോമിലാണ് നമുക്ക് വരേണ്ടത്. അപ്പം നമ്മളത് ബെൻഡ് ചെയ്ത് വരണം. അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെയാണിത് ഇങ്ങനെ തന്നെ പോവുകയാണെന്ന് കണ്ടപ്പോഴാണ് ഒരു ബെൻഡിങ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ ഈ കണ്ടോ, ഇപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന ഐസ് സ്റ്റിക്ക് ഞാൻ കുറച്ച് വളഞ്ഞിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇനി ആ ഒരു ഷേപ്പിൽ അങ്ങോട്ട് വന്നോളൂ. പണി പാളി ഗൈസ്, ഐസ് സ്റ്റിക്ക് കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ല, ഒരു സെമി സർക്കിളാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഐസ് സ്റ്റിക്ക് ഫുൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിലേറെ ചെറുതാണ്. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്താൽ അത് കൊളായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തി. അപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് 3 ഐസ് സ്റ്റിക്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഒട്ടിക്കുമ്പം കുറച്ച് ഗ്യാപ്പ് ഇടുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയത് എന്താ, ഒരു നൈറ്റ് ലാമ്പാണ്. സോ അതിൻ്റെ അകത്തോട്ട് ലൈറ്റ് വെക്കണ്ടേ. അപ്പോൾ ആ ഒരു കൈ കൊള്ളാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കണം. ലാമ്പ് മാത്രമല്ല കേട്ടോ, മൾട്ടി യൂസേഴ്സ് ആണ്, അതും കൂടെ ഉണ്ട്. അത് ഞാൻ പറയാം. ഇനി ഇതുപോലെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതല്ല ഫെയറി ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കുക. എന്നിട്ട് അകത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. അയ്യവാ, സെറ്റല്ലേ. ഈ ലാമ്പ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കണം ഇപ്പം എനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ലാമ്പ് ഐറ്റംസ് ചെയ്യാനിപ്പോൾ എന്താ ഭയങ്കര ത്വരയാണ്. ഫൈനൽ ഔട്ട്പുട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു കുഞ്ഞ് ലൈറ്റ് തന്നെ അതിൻ്റെ അകത്ത് വരുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി മൾട്ടിപ്പിൾ യൂസസ് ആണെന്ന് പറഞ്ഞല്ലോ, സെക്കൻഡ് യൂസ് ഇതാണ്. നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ ആക്കിയിട്ട് ടേബിളിലോ റൂമിലോ ഒക്കെ വെക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടിഷ്യൂ പേപ്പറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ സെമി സർക്കിൾ ആക്കുന്നതിലേറെ നല്ലത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആകുമ്പോൾ സ്പേസ് കുറച്ച് കുറഞ്ഞു കിട്ടും. സോ ഇനി നമ്മുടെ സെക്കൻഡ് ക്രാഫ്റ്റിലോട്ട് കിടക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രെയിമാണ്. ഈ അടുത്തായിട്ട് ഫ്രെയിം വർക്കും നമുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ. സാരമില്ല, മാറ്റിപ്പിടിക്കാം. ബേസായിട്ടൊരു ബ്രൗൺ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സീഷെല്ലാണ് എടുത്തിട്ടുള്ളത്. 4 മതി, 3 പ്രശ്നമില്ല. അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് വലുതൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പിങ്കാണ് കേട്ടോ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ 4 പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നിരനിരയായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വൈറ്റ് പേപ്പർ നോക്കിയപ്പോൾ കാണാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ എടുത്തത്. പക്ഷേ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എനിക്ക് വൈറ്റ് പേപ്പർ കിട്ടുകയും ചെയ്തു. അതുമല്ല അതിൻ്റെ ബാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്രഷ് പെന്നാണ്. ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ആ ബ്രൗൺ കളറിൽ കൊടുത്താൽ അത് കാണാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പിന്നെ പെയിൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് മടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ബ്രൗൺ കളർ മാറ്റിയിട്ട് വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പറിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ തന്നെയാണ് ഞാൻ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഒരു ഗീവ് അവേ എന്ന് പറയുന്നതിലാണ് നല്ലത് ഒരു കുഞ്ഞ് ഗിഫ്റ്റ്. കാരണം വലിയൊരു ഹ്യൂജ് ഗീവ് അവേ ഒന്നുമല്ല. കാരണം നമ്മളിപ്പോൾ 2 പ്രാവശ്യമായി ഗിഫ്റ്റ് കൊടുക്കുന്നു. ആൻഡ് ഇപ്പോഴല്ല, ഒരു 3K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ ആവുന്ന അന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. വന്നിട്ട് ഞാൻ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട റൂൾസും കാര്യങ്ങളൊക്കെ അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കളർ വെച്ചിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഓസ്ട്രിച്ച് ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനത്തെ ഒരു ബേർഡ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ബേർഡാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ തലയും കാലും വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ് പോർഷൻ നമ്മൾ ഈ പിങ്ക് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ചുണ്ട് അതുപോലെ കാലും ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്നാൽ നല്ലൊരു അടിപൊളി ഫ്രെയിമുമാണ്. നമ്മൾ ഈ റൂമിലൊക്കെ വെക്കുമ്പം ഒരു എന്താ പറയുക, ഒരു മിനിമലായിട്ട് ഡെക്കോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനത്തെ ഫ്രെയിംസൊക്കെ. കാരണം ഒരു ബൾക്ക് ആയിട്ട് ഒരു ഹെവി ഫ്രെയിമൊക്കെ വെക്കുന്നതിലേറെ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ വെക്കുമ്പോഴാണ്. അപ്പം എന്തായാലും ഈ ഷെൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഈ ഷെൽസ് കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ട് നിൽക്കൊന്നും വേണ്ട. നമ്മൾ നാളെ കല്ല് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറെ എന്തെങ്കിലും നിങ്ങളെ ഐഡിയക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെൽസിന് പകരമായിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗീവ് അവേയുടെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനാണ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ എന്ത് ചെയ്യുക, വീഡിയോസ് എന്നും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പോസ്റ്റ് ഇട്ടാൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കാണാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ടൈമിങ്ങിൽ ഇന്ന ടൈമിൽ വീഡിയോ ഇടാം, അതേപോലെ ഇപ്പോൾ വീക്ക്ലി ഇത്ര ലോങ് വീഡിയോസ്, ഇത്ര ഷോർട്സ്, അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാം കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളാണല്ലോ നമ്മൾ ഓഡിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആണോ പോലെയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ടൈമിൻ്റെ കാര്യത്തിലോ അതേപോലെ ഇത്ര ഷോർട്സ്, ഇത്ര ലോങ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ വർക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെൻസിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് വരച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എറൈസർ നോക്കുമ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ നെക്കിൻ്റെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണാനായിരുന്നോ അങ്ങനെ കാണാനായിരുന്നോ ഭംഗി എന്നറിയില്ല. ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഒരു ഫ്രെയിം വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആയിട്ടില്ല, നമുക്കത് ഫ്രെയിമിൻ്റെ അകത്തോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇന്നും ചെയ്യുന്നത് പോലെ ആ ഫ്രെയിമിൻ്റെ സംഭവം എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചപ്പം ഒരു സംഭവം പോകുന്നു കേട്ടോ, സാറിൽ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കുക. പിന്നെ അതിൻ്റെ എന്ത് ചെയ്യുക, ബാക്കിലുള്ള പോർഷനും കൂടെ വെച്ചിട്ട് ഇതാ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.